അമേരിക്കൻ റാപ്പ് സംഗീതവും മലയാള റാപ്പ് സംഗീതവും കൂടി ചേരുന്നു. യുദ്ധം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും പലായനവുമാണ് വേടൻ്റെ വിഷയം. എന്നാൽ ജൂതവിരുദ്ധ ആരോപണങ്ങളെ എതിർത്തുകൊണ്ടുള്ള മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ എബൌട്ട് അസ് എന്ന പാട്ടുമാണ് പാഠത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ തൻ്റെ ഗാനം ഉൾപ്പെടുത്തിയതിനോട് പ്രതികരിച്ച് റാപ്പ് ഗായകൻ വേടൻ, വിദ്യാർത്ഥികൾ നമ്മെക്കുറിച്ച് പഠിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും പറഞ്ഞ വേടൻ പഠനം തുടരാൻ പറ്റാതിരുന്ന ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. കാലിക്കറ്റ് സർവകലാശാല BA മലയാളം 4ാം സെമസ്റ്ററിലാണ് വേടൻ്റെ പാട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയും, നിങ്ങൾ കണ്ടോ, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ദിവസം എന്നെക്കുറിച്ച് 10ാം ക്ലാസ്സിലെങ്കിലും പഠിക്കുമെന്ന്. ഞാൻ വെറുതെ അന്ന് തമാശയ്ക്ക് പറഞ്ഞതാണ്. എൻ്റെ ഒരു സുഹൃത്താണ് ഇക്കാര്യം എന്നോട് പറയുന്നത്. ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. എന്നാൽ എനിക്കിതിൽ അതിയായ സന്തോഷമായി. നമ്മളെക്കുറിച്ച് വിദ്യാർത്ഥികൾ പഠിക്കുക എന്നതിൽ സന്തോഷമുണ്ട്. താൻ 10 വരെ കൃത്യമായി സ്കൂളിൽ പോയി പഠിച്ചു. എന്നാൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അത് തുടരാൻ കഴിഞ്ഞില്ല എന്നും വേടൻ പറഞ്ഞു. വേടൻ എന്ന പേര് വന്നതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. എനിക്ക് വളരെ ചെറുപ്പം മുതൽ വേടൻ എന്ന പേരുണ്ട്. സ്ലിംഗ് ഷോട്ട് ഉപയോഗിക്കുക, മീൻ പിടിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഞാൻ സ്കിൽഡാണ്. അങ്ങനെ കൂട്ടുകാർ സ്നേഹത്തോടെ വിളിക്കാൻ തുടങ്ങിയ പേരാണ് ഇത്. സ്കൂൾ കാലത്ത് എൻ്റെ യഥാർത്ഥ പേര് ആർക്കും അറിയില്ല. എല്ലാവരും വിളിച്ച് സ്കൂളുകളിൽ മുഴുവൻ എന്നെ വേടൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഞാൻ എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന് കരുതി പേര് മാറ്റാൻ ആലോചിച്ചിരുന്നു. പിന്നീട് വേടർ മഹാസമാജം ഈ പേരുമായി ബന്ധപ്പെട്ട് കേസിന് പോയിരുന്നു. എന്നാൽ അതെല്ലാം പറഞ്ഞു ഒത്തുതീർപ്പാക്കി. തെറ്റിദ്ധാരണകൾ കൊണ്ടായിരിക്കാം അവർ അങ്ങനെ പരാതികൾ ഉന്നയിച്ചത്. സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് താൻ നടത്തുന്നതെന്നും വേടൻ പറയുന്നു. നമ്മൾ നടത്തുന്നത് വ്യക്തികൾക്കെതിരായ പോരാട്ടമല്ല, സംഘടിതമായി നിലനിൽക്കുന്ന ചാതുർവർണ്ണയത്തിന് എതിരായി സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഞാൻ സമത്വവാദിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ വേദികളിൽ കയറി തെറി വിളിക്കുന്നു, പാട്ടിലൂടെ തെറി വിളിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഞാൻ ഒരു വ്യക്തിയെ അല്ല തെറി വിളിക്കുന്നത്, ഞാൻ സിസ്റ്റത്തെയാണ് തെറി വിളിക്കുന്നത്. ഈ സിസ്റ്റം ഏറെ കാലങ്ങളായി ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ചാതുർവർണ്ണയത്തിൻ്റെ പേരിൽ ജാതീയമായി, വിദ്യാഭ്യാസപരമായി, സാമൂഹികപരമായി അടിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോഴുമുണ്ടോ എന്ന് ചോദിക്കുന്നിടത്ത് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ വിസിബിളായി ജാതി പറയുന്നിടത്ത് വന്ന് ഇവിടെ ജാതിയുണ്ടോ വേടാ എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് എന്നും വേടൻ കൂട്ടിച്ചേർത്തു. തള്ളിക്കളയുന്നവനെ ചേർത്ത് പിടിക്കുന്ന കാലം വരുമെന്ന് പണ്ട് പഴമക്കാർ പഴഞ്ചൊല്ലായി പറയുമായിരുന്നു. ഇന്ന് അതൊക്കെ സത്യമാവുകയാണ്.